നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിലെ ബൊറൂസിയ ഡോട്ട്മുണ്ട് FC ബാഴ്സലോണയെ തകർത്തു. 3-1 വിജയമാണ് ഡോട്ട്മുണ്ട് നേടിയത്. പക്ഷേ അഗ്രിഗേറ്റ് 3-5 വിജയവും കൊണ്ട് FC ബാഴ്സലോണ സെമി ഫൈനലിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഡോട്ട്മുണ്ടിൻ്റെ വിജയത്തിന് കാരണം സെറോ ഗിറാസിയുടെ ഗോളടി മികവാണ്. അദ്ദേഹം ഹാട്രിക് നേടി, അത് ചരിത്രമാണ്. UCLൻ്റെ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ ആ സ്റ്റേജുകളിൽ ഹാട്രിക് നേടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ താരമാണ് അദ്ദേഹമെന്നും മാത്രമല്ല യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സെബാസ്റ്റ്യൻ ഹാലറിൽ നിന്ന് ഇപ്പോൾ ഗിറാസി സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ ആ കണക്കുകളിലേക്ക് വിശദമായിട്ടൊന്ന് പോവുകയാണ്. മോസ്റ്റ് ഗോൾ സ്കോർഡ് ബൈ എൻ ആഫ്രിക്കൻ പ്ലെയർ ഇൻ എ സിംഗിൾ UCL ക്യാമ്പയിൻ. ഒന്നാമത് സെറോ ഗിറാസി. ഈ സീസണിൽ അദ്ദേഹം 13 ഗോളുകൾ നേടി. 2021-22 സീസണിൽ സെബാസ്റ്റ്യൻ ഹാലർ നേടിയിരുന്ന 11 ഗോളുകളുടെ കണക്കാണ് അദ്ദേഹം ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് മുഹമ്മദ് സലായും സാദിയോ മാനയുമാണ്. രണ്ടുപേരും 2017-18 സീസണിൽ ലിവർപൂളിനായിട്ട് 10 ഗോളുകൾ വീതം നേടിയിട്ടുണ്ടായിരുന്നു. ഇനി നോക്കുക, ഗിറാസിയുടെ ഈ സീസണിലെ ഗോളടി മികവ് അദ്ദേഹം ഇപ്പോൾ റാഫീഞ്ഞയെ മറികടന്നുകൊണ്ട് ഈ സീസണിൽ UCLയിലെ ടോപ്പ് സ്കോററായിരിക്കുന്നു. റാഫീഞ്ഞയ്ക്ക് ഇനി സെമി ഫൈനൽ മത്സരങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ UCLയിലെ ടോപ്പ് സ്കോറർ സെറോ ഗിറാസിയാണ്. 14 മത്സരങ്ങളിൽ 12 സ്റ്റാർട്ടുകൾ, 13 ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി. അതിൽ 5 എഗെയിൻസ്റ്റ് ബാഴ്സലോണയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. 4 അസിസ്റ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓരോ 64 മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. 57% അദ്ദേഹത്തിൻ്റെ ക്ലിയർ ചാൻസുകളുടെ കൺവേർഷൻ റേറ്റ്. 41 ഷോട്ടുകൾ തീർത്തു, 26 ഓൺ ടാർഗറ്റിലേക്ക്, 33 ഏരിയൽ ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തിരുന്നു, 3 പെനാൽറ്റികൾ അദ്ദേഹം നേടിയെടുത്തിരുന്നു. അങ്ങനെ മിന്നും പ്രകടനമാണ് ഗിറാസി നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ചുവട് വെച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.